ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പവർ ഇലക്ട്രോടെക്കി. ഇതെന്റെ ഫ്രണ്ടിന്റെ ഒരു മിക്സിയാണ്. ഇത് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് തന്നതാണ്. എന്ത് കംപ്ലൈന്റ് നടത്തിയത്, ഡെഡ് കണ്ടീഷനാണ് ഇപ്പം. ഏതായാലും നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ സർവീസ് ചെയ്ത് കൊടുക്കണം. അവന് അരയ്ക്കാനും പിടിക്കാനൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. മിക്സിയുടെ കോഡ് വയർ പ്ലഗിൽ കണക്ട് ചെയ്ത് നോക്കാം. പ്ലഗിൽ കറണ്ട് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ബൾബ് കണക്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. ഇതേപോലെയുള്ള റിപ്പയറിംഗ് വീഡിയോ, റീസ്റ്റോറേഷൻ വീഡിയോ എല്ലാം കാണുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മിക്സിക്കും ഇതുപോലുള്ള കംപ്ലൈന്റ് വന്നാൽ നിങ്ങൾക്ക് തന്നെ ശരിയാക്കി എടുക്കാൻ കഴിയുന്നതാണ് ഈ വീഡിയോ കാണുന്നതിലൂടെ. 2 പിന്ന് വരുന്ന 3 പിന്ന് വരുന്ന മിക്സി ഉണ്ട്. ഇത് 2 പിന്ന് വരുന്ന മിക്സിയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കുട്ടികളൊന്നും ഇത് ചെയ്യാതിരിക്കുക. ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. ആരെങ്കിലും ഈ വീഡിയോ കണ്ട് മിക്സി റിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തം റിസ്ക് ചെയ്യുക. മിക്സി വർക്ക് ചെയ്യുന്നില്ല, ഒരനക്കവും ഇല്ല. ഡെഡ് കണ്ടീഷനാണ്. മിക്സിയുടെ അവസ്ഥയാണ് നിങ്ങളെ കാണിക്കുന്നത്. അരിമാവൊക്കെ ഒലിച്ചിറങ്ങി വന്നിട്ട് ആകെ സീനായിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. റിപ്പയർ ചെയ്യാൻ തന്ന സാധനം നമുക്ക് നന്നാക്കി കൊടുക്കാം. പകുതി സ്ക്രൂ ഇല്ല, ചില ഹോളിലും സ്ക്രൂ ഇല്ല. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നന്നാക്കാൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്ക്രൂ മിസ്സായി പോകുന്നതാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അഴിച്ചു നോക്കിയാലേ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തുള്ളൂ. ഉള്ള അവസ്ഥ നമ്മൾ പുറമെ കണ്ട അവസ്ഥയല്ല ഉള്ളിലെ അവസ്ഥ. ഉള്ളി നല്ല നീറ്റാണ്. ഇങ്ങനെ ഡെഡ് കണ്ടീഷനായി മിക്സി നമ്മുടെ കിട്ടുമ്പോൾ ആദ്യം നോക്കേണ്ടത് കോഡ് വെയർ ആണ്. കോഡ് വെയർ ചെക്ക് ചെയ്ത് നോക്കണം. ആദ്യം കോഡ് വെയറിന്റെ കണ്ടിന്യൂറ്റി നോക്കണം. അവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആർമേച്ചർ ഒന്ന് തിരിച്ച് നോക്കുന്നുണ്ട്. സ്റ്റക്ക് വല്ലതും ഉണ്ടോ, കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് തിരിച്ച് നോക്കിയത്. കോഡ് വെയർ ഒന്ന് ചെക്ക് ചെയ്യുക. ന്യൂട്രൽ ഫേസും ചെക്ക് ചെയ്യണം. ന്യൂട്രൽ വയർ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ഈ റെഡ് വയർ ചെക്ക് ചെയ്യണം. റെഡ് വയർ ഫേസ് വയർ ചെക്ക് ചെയ്യണം. ഫേസ് വയർ കണ്ടിന്യൂറ്റി കാണിച്ചാൽ ഈ കോഡ് വയർ ഓക്കെ ആണെന്ന് നമുക്ക് അനുമാനിക്കാം. ഫേസ് വയർ നേരെ പോകുന്നത് റോട്ടറി സ്വിച്ചിലേക്കാണ്. ആ റോട്ടറി സ്വിച്ചിനോട് ഫേസ് വയർ നമുക്ക് ഉരിപ്പിക്കാം. എന്നിട്ട് അതിന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. കൊണ്ട് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അപ്പം കോഡ് വെയർ ഓക്കെയാണ്. ഈ കോഡ് വെയർ നോക്കി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് നോക്കേണ്ടത് സർക്യൂട്ട് ബ്രേക്കറാണ്. ബ്രേക്കർ ചെക്ക് ചെയ്യണം.
സർക്യൂട്ട് ബ്രേക്കറിന്റെ വയർ നമ്മൾ പിടിപ്പിച്ചു, അത് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ പണിയെടുക്കുന്ന പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പ്ലഗ് എന്ന് കോഡ് വയർ പിടിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഷോക്ക് അടിക്കും. നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ വർക്ക് ചെയ്യുന്നില്ല, കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. അപ്പൊ അതാണ് കംപ്ലൈന്റ്. അതുകൊണ്ടാണ് ഈ മിക്സി ഡെഡായി കിടക്കുന്നത്. ചെറിയ സർക്യൂട്ട് ബ്രേക്കറിലേക്ക് വരുന്ന 2 വയർ ബൈപ്പാസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓവർലോഡ് ആകുമ്പോഴത്തേക്ക് മോട്ടോർ ഓഫ് ആകാൻ വേണ്ടിയാണ് സർക്യൂട്ട് ബ്രേക്കർ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ മോട്ടോർ കത്തിപ്പോകും. ഇതാണ് പുതിയ സർക്യൂട്ട് ബ്രേക്കർ. കുറച്ച് ക്വാളിറ്റി ഉള്ള ബ്രേക്കറാണിത്. ഇതാണ് നല്ല സർക്യൂട്ട് ബ്രേക്കർ, കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ബൈപ്പാസ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഈ സർക്യൂട്ട് ബ്രേക്കറിന്റെ വയർ ബൈപ്പാസ് ചെയ്ത് കൊടുക്കുക തൽക്കാലത്തേക്ക്. സ്ഥിരം കൊടുക്കരുത്, തൽക്കാലത്തേക്ക് ചെക്ക് ചെയ്യാൻ മാത്രം. ചെക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്, ബൈപ്പാസ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അങ്ങനെ ബൈപ്പാസ് ചെയ്ത് കൊടുത്തപ്പോൾ മിക്സി വർക്ക് ചെയ്തു. പിന്നെ വീഡിയോ ലെങ്ത് കൂടാക്കാൻ വേണ്ടി ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇനി നമുക്ക് അതിന്റെ സർക്യൂട്ട് ബ്രേക്കർ ചേഞ്ച് ചെയ്യാം. ഇതാണ് പഴയ സർക്യൂട്ട് ബ്രേക്കർ, പോളോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെയാണ്. നമുക്ക് ഇവനെടുത്ത് കളയാം, ഇത് പുതിയ റീപ്ലേസ് ചെയ്യാം. ഇവനെ നമുക്ക് എടുത്ത് കളയാം, എടുത്തൊരു ഒറ്റ എയർ വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് പുതിയ സർക്യൂട്ട് ബ്രേക്കർ നമുക്ക് ഇതിനകത്തോട്ട് റീപ്ലേസ് ചെയ്യാം. ഇവനാണ് നമ്മുടെ പുതിയ സർക്യൂട്ട് ബ്രേക്കർ. സർക്യൂട്ട് ബ്രേക്കർ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചോദിച്ചു നോക്കണം, നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട്. ഈ സർക്യൂട്ട് ബ്രേക്കർ ലോക്കലൊക്കെ വരുന്നുണ്ട്, അതൊന്നും വാങ്ങിയിടാതിരിക്കുക, പെട്ടെന്ന് പെട്ടെന്ന് പിന്നെയും പോകും. നന്നായിട്ട് തന്നെ ടൈറ്റ് ആക്കി വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലെയുള്ള റിപ്പയറിംഗ് വീഡിയോസ്, റീസ്റ്റോറേഷൻ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിരവധി റിപ്പയറിംഗ് വീഡിയോസും റീസ്റ്റോറേഷൻ വീഡിയോസും നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വെറൈറ്റി വീഡിയോസ് ആയിരിക്കും. കാണുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സഹകരണം എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതേപോലുള്ള റിപ്പയറിംഗ് വീഡിയോസ്, റീസ്റ്റോറേഷൻ വീഡിയോസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ചങ്കുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ റീപ്ലേസ് ചെയ്തു. അതിലേക്കുള്ള വയർ നമുക്ക് കണക്ട് ചെയ്യാം. സർക്യൂട്ട് ബ്രേക്കറിലേക്കുള്ള വയർ കണക്ട് ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യുക, ഊരിപ്പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് മിക്സിയുടെ ബാക്ക് കവർ തിരിച്ച് സെറ്റ് ചെയ്യാം. ഏറ്റവും നല്ല മിക്സി ഏത് ബ്രാൻഡിന്റെ ആണ് നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം, ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും. എന്റെ അഭിപ്രായത്തിൽ നല്ല മിക്സി സുജാത, ബോഷ്, പ്രീതി ഇതൊക്കെയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് മിക്സിയുടെ കമ്പനി ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഇതെന്റെ ഫ്രണ്ടിന്റെ മിക്സിയാണെന്ന് പറഞ്ഞുവല്ലോ, അവൻ വന്നിട്ടുണ്ട്. ക്യാമറയുടെ മുമ്പിൽ ധൈര്യമില്ല അവന്, അതുകൊണ്ട് കാണിക്കാത്തത്. അവനെന്താ അരയ്ക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഓടി വന്നു. ഇപ്പം ചെങ്ങായിക്ക് വീഡിയോയ്ക്കകത്ത് വരുന്നത് താല്പര്യമില്ല.
അപ്പോൾ നമ്മുടെ മിക്സി സെറ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. യെസ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിനക്ക് ഓൺ ചെയ്തതിന്റെ ഉള്ളിൽ കൈ വെക്കരുത്, ബെർലെല്ലാം അടിച്ച് പറഞ്ഞു തെറിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.